ഹലോ. അങ്ങനെ എൻ്റെ ഇടവകയിലെ പെരുന്നാൾ വന്നെത്തിയിട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ പെരുന്നാളിന് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ണിയപ്പമാണ്. അപ്പോൾ മമ്മി കാലത്ത് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പം എത്ര എണ്ണം തിന്നു എന്നൊരു കണക്കില്ല കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞെടുക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞെടുക്കും. അത്രയ്ക്ക് ടേസ്റ്റായിട്ട് മമ്മി ഉണ്ടാക്കും. അപ്പം മമ്മി എന്തുണ്ടാക്കിയാലും അത് ടേസ്റ്റ് നോക്കുന്ന ആൾ ഞാനാണ് കേട്ടോ. അപ്പം മമ്മി പറയും, ഒന്ന് കഴിച്ചു നോക്കിയാൽ ഫെൻസി എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഹായ് സൂപ്പറായിട്ടുണ്ട് മമ്മി എന്ന് പറയും. സ്ഥിരം അങ്ങനെയാണ് എനിക്ക് പറയേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് മാതാവിനെ ഞങ്ങൾ ഇവിടെ ഒരുക്കി നല്ല സുന്ദരിയായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം പകലമ്പ് വരാനായിട്ടുള്ള ടൈമായി. അപ്പോൾ അമ്പ് വരുമ്പോഴത്തേക്കും പിള്ളേർക്കും ചേട്ടനൊക്കെ ഭക്ഷണം കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാലത്ത് ഇഡ്ഡലിയും തക്കാളി ചട്നിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ കൊടുത്തു. അവർ വേഗം വന്നിരുന്ന് കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ അമ്പ് വരുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് വീടൊക്കെ ആകെ അലങ്കോലാക്കിയിട്ടിരിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പകലമ്പ് വന്നു. ഞങ്ങളിതേ ഒന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പണികളൊക്കെ എടുക്കാൻ പോയിട്ടാണ്. വൈകുന്നേരം സ്പെഷ്യൽ ഇന്ന് കുഴിമന്തിയാണ്. പിന്നെ പകലമ്പ് അരമണിക്കൂറാണ് വീട്ടിൽ വെക്കേണ്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കണം. അപ്പം ഞാനാണിത് കൊണ്ടുവയ്ക്കണത്. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എല്ലാവർക്കും നാണക്കേട്. അപ്പം ഞാനും പിള്ളേരുടെ സെറ്റും കൂടിയിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ടുവച്ചു കൊടുത്തു. അപ്പം നാണക്കേടെന്ന് പറയുന്നത് അവർക്ക് ഇനി വീണ്ടും ഡ്രസ്സൊക്കെ മാറണ്ടേ, അത് കാരണമാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ നാത്തൂരും കൂടിയിട്ട് കുഴിമന്തിക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ആദ്യം ഈ ചിക്കനിൽ മസാലയൊക്കെ വരട്ടണം. അങ്ങനെ കുറച്ച് പരിപാടികൾ പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കണമല്ലോ. അങ്ങനെ കുഴിമന്തി ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിലെ ഗസ്റ്റുകളൊക്കെ വരാറുള്ള ടൈമായി. അപ്പം ഞാനും എൻ്റെ നാത്തൂനും കൂടിയിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ വീട്ടിൽ നിൽക്കുന്ന പോലെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇത്തിരി മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയായിട്ട് നിൽക്കണമല്ലോ. അപ്പം ഞാനും ഹിമിയും അങ്ങനെയൊക്കെ കൂടി ഞങ്ങളുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് അറിയുന്ന പോലെ കുറച്ച് നേരം മേക്കപ്പൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോൾ എൻ്റെ അമ്മയും അപ്പച്ചനും അനിയത്തിമാരും മക്കളും എല്ലാവരും കൂടി വന്നു. പിന്നെ വർത്താനം പറഞ്ഞ് കുറേ നേരം കത്തി വെച്ചിരുന്നു. അവർക്ക് കഴിക്കാനായിട്ട് വട്ടയപ്പും പലഹാരങ്ങളൊക്കെ കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വൈകുന്നേരം ആഘോഷകരമായിട്ട് അമ്പു വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ ബാൻഡ് സെറ്റായിരുന്നു. അങ്ങനെ ബാൻഡ് സെറ്റൊക്കെ വന്നു. അവരൊരു പാട്ടൊക്കെ വീണ്ടും മുന്നിൽ നിന്ന് പാടി. ഈ സമയം ചേട്ടൻ അവിടെ കുറേ പടക്കങ്ങളും ഇങ്ങനെ മേശപ്പൂവും അങ്ങനെയൊക്കെ കത്തിച്ചു. പിന്നെ പിള്ളേരുടെ ഒരു ഹരം എന്ന് പറയുന്നത് ഇതൊക്കെ കത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ബാൻഡ് സെറ്റ് അങ്ങോട്ട് പോയിട്ട് വേണം ഞങ്ങൾക്ക് ഈ കമ്പിത്തിരിയും മത്തപ്പൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ അങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. മക്കൾ മാത്രമല്ല വലിയൊരു മോശമൊന്നുമില്ല ഇതൊന്നും കത്തിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. ബൈ.